എടാ തെണ്ടി സുരേഷ്, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ഇന്ന് നിന്റെ അവസാനമാടാ. കരിങ്കൊടി കാണിച്ച് SFI-കാർക്കെതിരെ ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങി പ്രതിഷേധിക്കുന്നു. എന്റെ ആറ്റുകാൽ ഭാസ്കര, അമ്മേ ഇത്ര അടുത്തെത്തിയ ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ പിടിയിടാം. അടുക്കരുത്, ഞാൻ ബാലയ്ക്ക് വേണ്ടി കളരി പിടിച്ചവനാണ്. എന്നെ കൊണ്ട് 18ാമത്തെ അടവെടുപ്പിക്കരുത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. अमित शाह साहब से बात करो और नहीं तो फिर प्राइम मिनिस्टर के हम बात करो अपने डॉक्टर हिरेन देसाई से नो आई विल नॉट गो यू आर गिविंग देम प्रोटेक्शन हियर അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. 2 തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. വെറുതെ പറയാൻ വരണ്ട, എന്നെ കിട്ടില്ല ചേട്ടാ. വണ്ടി എടുത്തോ. DGP തന്നെ ഗവർണറെ വിളിച്ച് സംസാരിച്ചു. പക്ഷെ ഗവർണർ പോകുന്നില്ല. കുറെ കാലമായി നിന്നെ ഞാൻ സഹിക്കുന്നു. പണിയെടുക്കാത്തൊരു പണിക്കാരൻ എനിക്ക് വേണ്ടടാ. മേലിൽ ഇവിടെ കണ്ടുപോയാൽ മൈക്കിന്റെ സ്റ്റാർട്ട് എടുത്ത് ഇതിന്റെ തലക്കെട്ടിയായിരിക്കും. ഇങ്ങനെ പോയാൽ എന്തു ചെയ്യും? ഗവർണർ പറഞ്ഞു, നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല, നിങ്ങൾ FIR ഇട്ടെന്ന് എനിക്ക് കാണണം. ഒടുവിൽ ഗവർണറുടെ പിടിവാശിക്ക് മുമ്പിൽ പോലീസിന് വഴങ്ങേണ്ടി വന്നു. 17 SFI-ക്കാരുടെ പേര് ജാമ്യമില്ലാ വകുപ്പനുസരിച്ച് കേസെടുത്തു. ചതിച്ച് പാല് കൊടുത്ത് വളർത്തിയ കൈക്കെന്നെ കൊത്തി. അവരിൽ മിക്കവരെയും പൊക്കി അവരെ കോടതിയിൽ ഹാജരാക്കി ജയിലിലടയ്ക്കും. ആർക്കും രക്ഷിക്കാൻ, ഇരട്ടച്ചങ്ങൻ രക്ഷിക്കാൻ കഴിയില്ല. കാരണം അതനുസരിച്ചുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഞാൻ എന്താ അതിൽ ചെയ്യാൻ പറ്റുക? ഇതിപ്പോ എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റും? വരുന്നിടത്ത് കാണാം, അത്രയല്ലേ, മറ്റൊന്നും പറയാൻ പറ്റും. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇനി പോവല്ലോ.